അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം വാർഷിക പൊതുയോഗം നടന്നു. ആന ഉടമകളുടെ നിലപാടിൽ ആശങ്ക പ്രകടിപ്പിച്ചായിരുന്നു യോഗം. പൂരം നടത്തിപ്പുകൾക്കായി സർക്കാർ തലത്തിൽ ഏകജാലക സംവിധാനം വേണമെന്ന പ്രമേയവും അവതരിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗം ഇന്ന് ചേർന്നു. പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഒരു കഥകളി കലാകാരനായ എന്നെ കുമരനെല്ലൂർ വിഭാഗം ഉദ്ഘാടനത്തിന് വിളിച്ചതിന് ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ ബാലുമേനോന്നൊക്കെ വിളിക്കും, ബാലു എന്ന് വിളിക്കും. ചിലപ്പോൾ അടുപ്പവും പൂരത്തിനിവിടെ കഥകളി നടത്തി ബാലുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നടത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ കുമരനെല്ലൂർ ദേശമായിട്ട് ഈ ബാലുവിന്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ അവർക്ക് ഉദ്ദേശിച്ചിട്ടായിരിക്കാം എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും കമ്മിറ്റിക്കാരോടും ഈ നാട്ടുകാരോടും എൻ്റെ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ പൂരത്തിൻ്റെ നടത്തിപ്പിനെ പറ്റിയിട്ട് ബാലു വളരെ വിശദമായി സംസാരിച്ചു. മിനാലൂർ കുറ്റിയങ്കാവ് പൂരത്തിന് സെക്രട്ടറിയും പ്രസിഡന്റായിട്ട് 10-15 വർഷം പ്രവർത്തിച്ച ആളാണ് ഞാൻ. അന്ന് അത് ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. തലേദിവസം ആനയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിയില്ല. അപ്പോൾ നമുക്കൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു അവിടെ. അവർ കളിയാക്കലും പെട്ടി ഓട്ടോറിക്ഷയിൽ ആനക്കുട്ടി കൊടുന്ന് എഴുന്നള്ളിച്ചു എന്ന് പറഞ്ഞ്, പക്ഷെ എന്തോ മരിച്ചുപോയി. തിരുവമ്പാടി ദേവീസേട്ടൻ്റെ കാരുണ്യം കൊണ്ട് ഇന്ന് പെട്ടി ഓട്ടോറിക്ഷയിലല്ല നടത്തിയിട്ടാണ് കൊണ്ടുവന്നു. അന്ന് ലോറിയൊന്നും ഇല്ല. അങ്ങനെ ഒരു കാലം. അപ്പോൾ പൂരത്തിൻ്റെ വിഷമതകളെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്. യോഗത്തിൽ കേരളീയ ഉത്സവ നടത്തിപ്പിന് നിർണായകമായ 3 പ്രമേയങ്ങൾ ഏകകണ്ഠമായി പാസാക്കി. ആനകളെ കച്ചവടച്ചരക്കായി കാണുന്ന ചില ഉടമസ്ഥരുടെ സമീപനം ആഘോഷങ്ങളുടെ ഏകോപനത്തിന് വെല്ലുവിളിയാണെന്ന് പൊതുയോഗം ആശങ്കയോടെ ചൂണ്ടിക്കാട്ടി. കൂടാതെ പൂരങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ ഏകജാലക സംവിധാനം ഏർപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് ധനസഹായം 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളായി AK സതീഷ് കുമാർ, PA വിപിൻ, K ബാലകൃഷ്ണൻ, P പ്രസാദ് എന്നിവരെ യഥാക്രമം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ്, ട്രഷറർ ആയി തെരഞ്ഞെടുത്തു. വിശിഷ്ട സേവനം കാഴ്ചവെച്ച K ബാലകൃഷ്ണനെയും രാഹുൽ ഓലശ്ശേരിയെയും ചടങ്ങിൽ ആദരിച്ചു. ചിട്ടയായി പരിശ്രമത്തിലൂടെയും രാവും പകലുമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെയും ഈ ഏകോപന സമിതിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന തുളസി കണ്ണൻ, എങ്കക്കാട് ദേശം പ്രസിഡന്റ്, നമ്മളുമായി ഏറ്റവും അടുപ്പത്തിൽ പോകുന്ന മണികണ്ഠൻ, വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പ്രസിഡന്റായ ശങ്കരൻകുട്ടിയേട്ടന് ഇന്നും 3 യോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ശങ്കരൻകുട്ടിയേട്ടനെ പോലെ തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്ന ആളാണ് സതീശേട്ടൻ. അപ്പോൾ ശങ്കരൻകുട്ടിയേട്ടൻ ഇന്ന് യോഗത്തിന് വരാൻ പറ്റാത്തൊരു അസൗകര്യം പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് CCV.